വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ മൊഴിയെടുക്കുന്നു. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലാണ് മൊഴിയെടുപ്പ്. വിവരങ്ങളുമായി മുഹമ്മദ് ആഷിഖ് ചേരുന്നു. ആഷിഖ്, എങ്ങനെയാണ് ഈ ഒരു മൊഴിയെടുപ്പ് പുരോഗമിക്കുന്നത്? എപ്പോഴായിരുന്നു മൊഴിയെടുപ്പ് തുടങ്ങിയത്? അതിന് അല്പനേരം മുമ്പാണ് മൊഴിയെടുപ്പിനായി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം എത്തിച്ചേർന്നത്. ഇന്നലെയായിരുന്നു ദമാമിൽ നിന്ന് അബ്ദുൾ റഹീം നാട്ടിലേക്ക് എത്തുന്നത്. നാട്ടിലെത്തി പ്രാഥമികമായ ചില വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ശേഷം മൊഴിയെടുപ്പിന് ഹാജരാകാമെന്നായിരുന്നു പോലീസിനെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടെ പാങ്ങോട് CI വ്യക്തിപരമായി റഹീമുമായി സംസാരിക്കുകയും ചില വിവരങ്ങൾ തേടുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്ന കാര്യം റഹീം സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യം തനിക്കറിയില്ലായിരുന്നു. വിദേശത്തുണ്ടായിരുന്ന തന്റെ കടവും മറ്റു കാര്യങ്ങളും അഫാനെ അറിയിക്കാത്ത രീതിയിലായിരുന്നു കൈകാര്യം ചെയ്തിരുന്നതെന്നാണ്. അഫാൻ മൊഴി നൽകിയത് 65 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടെന്നാണ്. എന്നാൽ റഹീം പറയുന്നത് 15 ലക്ഷത്തോളം രൂപയുടെ കടമാണ് തനിക്കുള്ളൂ. മറ്റ് നാട്ടിലുള്ള കടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും തനിക്കറിയില്ല. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വിദേശത്ത് ഒളിവിലായിരുന്നതിനാൽ സ്ഥിരമായി നാടുമായി ബന്ധപ്പെടാൻ കഴിയില്ല എന്നതടക്കമുള്ള വിവരങ്ങൾ പ്രാഥമികമായി പോലീസിനോട് റഹീം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൂടുതൽ വിശദമായ മൊഴി ഈ കാര്യത്തിൽ എടുക്കേണ്ടതുണ്ട് പോലീസിന്. പ്രത്യേകിച്ച് വെഞ്ഞാറമൂട് പോലീസ് ഈ കാര്യത്തിൽ വിശദമായ മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുടെ തുടർച്ചയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്താൻ വെഞ്ഞാറമൂട് പോലീസ് റഹീമിനോട് ആവശ്യപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ ഇന്ന് റഹീം ചോദ്യം ചെയ്യലിന് അല്ലെങ്കിൽ മൊഴിയെടുപ്പിന് ഹാജരാവുകയില്ല എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പിന്നീട് എത്താൻ തന്നെ റഹീം തീരുമാനിക്കുകയായിരുന്നു. അല്പനേരം മുമ്പാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് റഹീം എത്തിച്ചേർന്നത്. ഇപ്പോൾ സ്റ്റേഷനുള്ളിൽ വെഞ്ഞാറമൂട് CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റഹീമായി വിവരങ്ങൾ തിരക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളമാണ് എന്നുള്ളതായിരിക്കും റഹീമിൽ നിന്ന് പോലീസിന് ഏറ്റവും പ്രധാനമായി അറിയേണ്ടതുള്ളത്. അതിനുള്ള കാരണങ്ങൾ ഏത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ആതിര, ശരി.